السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാൻ ഇന്ന് 11-ാം രാവാണ്. ഇന്ന് വ്യാഴാഴ്ച രാവാണ്. വ്യാഴാഴ്ച ദിനങ്ങളിൽ അള്ളാഹുവിന്റെ മഹത്വമേറിയ ലത്തീഫ് എന്ന ഇസ്മ ചൊല്ലുന്ന അതിമഹത്തായ ഒരു രാവാണ്. അതിന് മുമ്പായി നമുക്ക് ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലി വരുന്ന അതിമഹത്തായ ഇസ്തിഗ്ഫാറും ചൊല്ലണം. എല്ലാവരും എൻ്റെ കൂടെ അത് ഏറ്റി ചൊല്ലണം. ചൊല്ലുമ്പോൾ നല്ല ഇഖ്ലാസ് വേണം. ഇസ്തിഗ്ഫാർ എന്നുള്ളത് എല്ലാത്തിനും പരിഹാരമാണ്. ഹബീബായ തങ്ങൾ പറയുന്നത്, ഇസ്തിഗ്ഫാർ ഒരാൾ ലാസിമാക്കിയാൽ അദ്ദേഹത്തിന്റെ എല്ലാ ടെൻഷനുകൾ അല്ലാഹു തആല നീക്കി കൊടുക്കും. അവന്റെ എല്ലാ പ്രയാസങ്ങൾക്കത് പരിഹാരമായി തീരും. അവന്റെ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടും. അവനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അവൻ വിചാരിക്കാത്ത റൂട്ടിലൂടെ റബ്ബ് അവന്റെ സാമ്പത്തികമായ എല്ലാ നിലക്കുമുള്ള അഭിവൃദ്ധി അവനിക്കുണ്ടാകും. അവൻക്ക് അനുഭവിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ തെറ്റ് രേഖപ്പെടുത്തിയ മലക്കിനോട് അള്ളാഹു പറയുമത്രേ, ആ തെറ്റിനെ രേഖപ്പെടുത്തിയ കിതാബിനെ തന്നെ കീറിക്കളയാൻ വേണം. അത്രയും മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ ഭക്തിയോടെ തന്നെ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അളീം الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا അല്ലാഹുവേ, നീ സ്വീകരിക്കണം. റഹ്മാനെ, നീ കബൂൽ ചെയ്യണം. അല്ലാഹ്, നമുക്ക് ലത്തീഫ് എന്ന അല്ലാഹുവിന്റെ മഹത്വമേറിയ ഒരു ഇസ്മ ചൊല്ലണം. ലത്തീഫ് എന്ന ഇസ്മിന്റെ മഹത്വം അത്ഭുതമാണ്. ദിവസേന 129 തവണ പതിവാക്കാൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ സർവ്വ വിഷയത്തിലും അല്ലാഹുവിന്റെ ലുത്ഫ് ഉണ്ടാകും, ദയ ഉണ്ടാകും. അവൻ ചെയ്യുന്ന സർവ്വ വിഷയങ്ങളിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും.
അതേപോലെ തന്നെ വസീഖലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവനിക്ക് വന്നു ചേരും. അവൻ വിചാരിക്കാത്ത റൂട്ടിലൂടെ അവനിക്ക് സാമ്പത്തികമായ എല്ലാ നിലക്കുമുള്ള സ്രോതസ് ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൂടെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്,
يا لطيف يا الله 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 يا لطيف يا الله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ചൊല്ലിയ മഹത്തായ നിന്റെ ലത്തീഫ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഒരു സബബാക്കണം അല്ലാഹ്. നമുക്കിനി സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തു സആദ, ജീവിതത്തിന്റെ സ്വലാത്ത്, സആദത്തുദ്ദാറൈൻ, ഈ ലോകത്തും വിജയിക്കാൻ പറ്റിയ സ്വലാത്ത്. മഹാന്മാർ പറയുന്നു, ഒരാൾ ഈ സ്വലാത്ത് ഒറ്റ തവണ ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലമായിരിക്കും അവന്റെ അക്കൗണ്ടിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്. ഇത്രയും മഹത്വമുള്ള ഒരു സ്വലാത്താണ്. അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ 11 തവണ വീതം ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇനി നമുക്ക് സ്വലാത്തുൽ കമാലിയ ചൊല്ലണം. സ്വലാത്തുൽ കമാലിയ മഹാന്മാർ അവരുടെ മുഹിമായ ഒരു സ്വലാത്തായിരുന്നു. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം 10 തവണ, അതേപോലെ തന്നെ അതല്ലാത്ത സമയങ്ങളിൽ 100ഉം അതിനേക്കാളേറെ അവർ പതിവാക്കിയ ഒരു സ്വലാത്താണ്. മഹാന്മാർ പറയുന്ന സ്വലാത്തിന്റെ മഹത്വം ഇത്രയാണെന്ന്, ഇത്ര പ്രതിഫലമാണെന്ന് പറയാൻ പറ്റുകയില്ല. അത്രയും മഹത്വമായിരിക്കും സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ. എന്നാൽ ചില മഹാന്മാർ പറയുന്നു, ഒരു സ്വലാത്ത് തന്നെ ചൊല്ലിയാൽ മറ്റു സ്വലാത്തുകൾ 14 കോടി സ്വലാത്ത് ചൊല്ലിയതിന്റെ തുല്യമായിരിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പരിചയപ്പെടുത്തിയ അതിമഹത്തായ ഒരു സ്വലാത്താണ്. എല്ലാവരും എന്റെ കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله.
اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കനി നാരിയത്തു സ്വലാത്ത് ചൊല്ലണം. നാരിയത്തു സ്വലാത്തിന്റെ മഹത്വം നമുക്കൊക്കെയും അറിയാം. 11 തവണ വീതം ദിവസേന ചൊല്ലി വന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ മുറാദും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കും. അവൻ വിചാരിച്ചതിലപ്പുറം അവനിക്ക് വിജയമുണ്ടാകും. ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ദിവസേന പതിവാക്കിയ മഹത്തായ ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക 11 തവണ വീതം. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ഓതിയ ഖുർആനോത്തും ചൊല്ലിയ സ്വലാത്തും ദിക്റുകളൊക്കെയും നീ സ്വീകരിക്കണം അല്ലാഹ്. എല്ലാ കുറവുകൾ പരിഹരിച്ച് ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കള്, പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാം, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ ജിദാദീങ്ങൾ, അവിടുത്തെ എല്ലാ മഹാന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, പ്രത്യേകിച്ച് മഹാനായ ശൈഖുനാ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങളഹറത്തിലേക്കും, മഹാനായ ശൈഖുനാ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങളഹറത്തിലേക്കും, അല്ലാഹുവേ മഹാനായ ഖാജ മുഈനുദ്ദീൻ ഇസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങളഹറത്തിലേക്കും, മഹാനായ അഹ്മദ് റളാ ഖാൻ ബലൽബി ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങളഹറത്തിലേക്കും, ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഹുൽ തങ്ങളഹറത്തിലേക്കും, സർവ്വ മഹാന്മാർ, മശായിഖന്മാർ, ഉസ്താദന്മാർ, കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളും അല്ലാഹുവേ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ മജ്ലിസിൽ കൂടെ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലിയിരുന്ന പലരും ആറടി മണ്ണിലാണ് റബ്ബേ. അല്ലാഹുവേ അവരുടെ ഹദ്റാത്തുകളിലേക്കും അല്ലാഹ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കൂടെ ചൊല്ലുന്നവർക്ക് കൂടെ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലുന്ന ഓരോ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്കും ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഫലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, തായത്തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കണം അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്. അല്ലാഹുവേ സലീമായ ഖൽബ് നൽകണം അല്ലാഹ്. അവരുടെ നോട്ടമുള്ള, അവരുടെ കാവലുള്ള നല്ല ജീവിതം നൽകണം അല്ലാഹ്. അവരോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. رحم الراحم يا الملك الجبار يا راج سيدا يا الله. അല്ലാഹുവേ നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെയും ഭാര്യ മക്കളുടെയും കുടുംബക്കാരുടെയും അയൽവാസികളുടെയും ജ്യേഷ്ഠാനുജന്മാരുടെയും പെങ്ങന്മാരുടെയും സഹോദരന്മാരുടെയും മജ്ലിസിൽ കൂടെ ദിക്ർ സ്വലാത്തുകൾ ചൊല്ലുന്ന പാവപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും എല്ലാവിധ പാപങ്ങളും നീ പുറത്തു തരണം അല്ലാഹ്. നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. നമുക്ക് തന്ന സർവ്വതിലും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. തരാൻ ഉദ്ദേശിക്കുന്ന സർവ്വതിലും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. നീ അനുഗ്രഹം ചൊരിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ മലിനമായി നമ്മുടെ മനസ്സിനെ നീ ശുദ്ധിയാക്കണം അല്ലാഹ്. പരിശുദ്ധ റമളാൻ വരുമ്പോൾ തെറ്റുകളില്ലാത്ത, പാപക്കറകളില്ലാത്ത നല്ല ശുദ്ധ മനസ്സോടെ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകണമല്ലാ. തൗഫീഖ് നൽകണമല്ലാ. അല്ലാഹുവേ നമ്മുടെ മാതാപിതാക്കളുടെ ഉസ്താദന്മാർ, സർവ്വ മുഅ്മിനുകൾക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ലാ. സിഹത്ത് നൽകണമല്ലാ. ആയുരാരോഗ്യം നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. സലീമായ ഖൽബ് നൽകണമല്ലാ. സ്വഭാവികളാക്കണമല്ലാ. ഹസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, ദേഷ്യമില്ലാതെ, ഹസദ് കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകുക അല്ലാഹ്. അല്ലാഹുവേ രക്ഷപ്പെട്ട മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാൻ.
ജീവിക്കുന്ന കാലമത്ര നിന്റെ അടിമകൾക്കും നിന്നോടും നിന്റെയും നിന്റെ അടിമകളുടെയും എല്ലാ കടപാടുകൾ കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ എല്ലാവർക്കും സഹായവും എല്ലാവർക്കും സന്തോഷവും ഉണ്ടാകുന്ന തരത്തിലുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ വിനയം നൽകണമല്ലോ, കിബർ തരല്ലേ അല്ലാ, ഹാസിദീങ്ങളാക്കല്ലേ അല്ലാ, സിഹർ ചെയ്യുന്നവരാക്കല്ലേ അല്ലാ, കണ്ണ് വെക്കുന്നവരാക്കല്ലേ അല്ലാ, അല്ലാ ഫിത്നയാക്കുന്നവരാക്കല്ലേ അല്ലാ, സർവ്വ ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ, ഇനിങ്ങളുടെ ഐനിനെ തൊട്ട് കാത്തുരക്ഷിക്കണമല്ലോ, ഫിത്നക്കാരുടെ ഫിത്നയെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണമല്ലോ, അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ, ഒരുപാട് 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 സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ. സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി നമ്മുടെ നാവിനും മനസ്സിനും പച്ചപ്പ് വരുത്തണമല്ലോ. ആയുസ്സിൽ പലതവണ അവിടുത്തെ പൂമുഖം കാണാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹുമ്മ ജിഹൽ തൗഫീഖ റഫീഖന. അല്ലാഹുവേ തൗഫീഖ് എന്നുള്ളത് സൗഭാഗ്യമെന്നുള്ളത് നമുക്ക് അത് നമ്മുടെ സുഹൃത്ത് പോലെയാക്കണം റബ്ബേ. തങ്ങളുടെ റൗള ശരീഫിൽ പലതവണ പോകാനും ഇവിടെ ചെന്ന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് വിധിക്കല്ലേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. കീരിമുരിക്കുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. കഠിനമായ പ്രയാസങ്ങൾ തരല്ലേ അല്ലാ, കഠിന രോഗങ്ങൾ തരല്ലേ അല്ലാ, മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസറും പല രോഗങ്ങളും പല പല രോഗങ്ങളും പേര് കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പാവപ്പെട്ട മുഅ്മിനാത്തുകളുണ്ട്. അവരുടെ കുടുംബത്തിൽ ആർക്കാണോ രോഗമുള്ളത് നീ ആജിലായ ശിഫ കൊടു റബ്ബേ, ശിഫ കൊടു റഹ്മാൻ. അത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ നീ അതിനെ നീ അണുക്കളെ നീ നശിപ്പിച്ച് കളയണം അല്ലാ, നശിപ്പിച്ച് കളയണം റഹ്മാനെ, നശിപ്പിച്ച് കളയണം അല്ലാ. പൂർണ്ണ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ജീവിതം നൽകണം റഹ്മാൻ. നിസ്കാരങ്ങളും ദിക്റുകളൊക്കെയും അതിന്റെ മുറ പോലെ നിർവഹിക്കാനും സ്വലാത്തുകൾ അതപോടെ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. ഹബീബായ തങ്ങളെ മനസ്സിൽ കണ്ട് അവിടത്തെ കാണാത്തവർ മദീനയുടെ പച്ചക്കുബ മനസ്സിൽ ഓർത്തു സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അങ്ങനെ ചൊല്ലിയാൽ വല്ലാത്ത ഒരു രുചിയാണ് സ്വലാത്തിനുള്ളത്. സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തോ ഒരു രസമാണ് റബ്ബേ. നമുക്കത് നിലനിർത്തണം നിലനിർത്തണം റഹ്മാൻ, നിലനിർത്തണം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ ഇല്ലാത്ത വിഷമം പറഞ്ഞ പാവങ്ങളായ മുഅ്മിനാത്തുകളുണ്ടോ നല്ല ഖൈറായ നല്ല വീട് നൽകണം നല്ലൊരു വീട് നൽകണം നല്ലൊരു ജോലി നൽകണമല്ലോ, ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണമല്ലോ, റാഹത്ത് നൽകണമല്ലോ, ഉള്ള കച്ചവടങ്ങളിൽ റാഹത്ത് നൽകണമല്ലോ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ, തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ സ്വാലിഹത്തന്മാരാക്കണമല്ലോ. അല്ലാഹുവേ എക്സാമിന് നല്ല വിജയം നൽകണമല്ലോ, നല്ല മാർക്കോടെ പാസ്സാക്കണമല്ലോ, പഠിച്ചതൊന്നും മറക്കാതെ നല്ല രൂപത്തിൽ അത് മൈൻഡിൽ സൂക്ഷിക്കാനുള്ള നല്ല പവർ കൊടുക്കണമല്ലോ. എക്സാമിലെല്ലാം എഴുതിയെടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ എത്ര യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. പാവങ്ങളായ യുവാക്കൾ യുവതികൾക്ക് നീ അനുയോജനകളെ കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ, അനുയോജനകളെ കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണമല്ലോ.
ഫിത്നക്കാരെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഹസദീങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണം നന്നാക്കണം റഹ്മാനെ, നന്നാക്കണം അല്ലോ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ തീർക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ലോ. സാമ്പത്തിക വഴി നീ തുറന്നു കൊടുക്കണമല്ലോ. സാമ്പത്തിക വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹ്, നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ നമുക്കൊന്ന് അറിയിച്ചു താ അല്ലാഹ്. ആ നാൾക്ക് വേണ്ടി ഒരുങ്ങാനും കടബാധ്യതകളെല്ലാം കൊടുത്തു വിട്ടാനും മനുഷ്യരോടുള്ള എല്ലാ കടപാടുകൾ കൊടുത്തു വിട്ടാനും എല്ലാവരോടും സലാം പറഞ്ഞ് പൊരുത്തം ചോദിക്കാനും അങ്ങനെ പരിശുദ്ധ മദീനയിലെത്താൻ പച്ചക്കുബ്ബ കണ്ട് ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലാനും ബുർദ ഓതാനും മൗലൂദ് ഓതാനും ഒടുവിൽ അവിടുത്തെ പൂമുഖം കണ്ട് ഈ ലോകത്തും സന്തോഷത്തോടെ യഥാർത്ഥ ലോകത്തേക്ക് പിരിയാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ജന്നത്തുൽ ബഖീൽ ഒരിടം നൽകണം. പാവങ്ങളായ ദോഷികളായ നമുക്ക് പരിശുദ്ധ ജന്നത്തുൽ ബഖീൽ അർഹരല്ലെങ്കിലും അവിടെ പോയി പരിശുദ്ധ മദീനയിൽ കിടക്കാനുള്ള അർഹരല്ലെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളാണ് നിന്റെ ഔദാര്യം കൊണ്ട് താ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് നൽകറബേ. മുത്തായ തങ്ങളുടെ ചവിട്ടിയ പരിശുദ്ധ മുത്തായ മണ്ണിൽ പോയി കിടന്നാൽ ആ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാഹ്. നീ ശിക്ഷിക്കൂലെന്നുള്ള ഉറപ്പാണ് നമുക്കുള്ളത് അല്ലാഹ്. നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാൻ. പരിശുദ്ധ മദീനയിൽ മരിക്കുന്നവർക്ക് അവിടുത്തെ ശഫാഅത്തുണ്ടെന്നാണ് നാം കേട്ടത് അല്ലാഹ്. നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ, ഭാഗ്യം നൽകണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة حيلة يدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة حيلة يدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة حيلة يدركني. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.